ട്രംപ് ഭരണകൂടം പുതുതായി നടപ്പാക്കിയ H-1B വിസ നിയമത്തിൽ ഡോക്ടർമാർക്ക് ഇളവ് നൽകിയേക്കുമെന്ന് വൈറ്റ് ഹൗസ് സൂചന നൽകിയിട്ടുണ്ട്. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന H-1B വിസയ്ക്ക് $1,00,000 പുതിയ ഫീസ്. ഇത് ഡോക്ടർമാരെയും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ അറിയിപ്പ് വന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസ് വക്താവ് ടൈലർ റോജേഴ്സ് ബ്ലൂംബർഗ് ന്യൂസിനോട് സംസാരിക്കവേ ഡോക്ടർമാർക്കും മെഡിക്കൽ റെസിഡന്റുമാർക്കും ഇളവ് നൽകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമം മൂലം ജീവനക്കാരുടെ കുറവ് രൂക്ഷമാക്കാൻ സാധ്യതയുണ്ടെന്ന് ആശുപത്രികളും മെഡിക്കൽ ഗ്രൂപ്പുകളും ആശങ്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിശദീകരണം വന്നിരിക്കുന്നത്. വിദൂര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വിദേശത്ത് നിന്ന് പരിശീലനം നേടിയ ഡോക്ടർമാരെ ആശ്രയിക്കുന്ന ആശുപത്രികൾക്ക് H-1B വിസ പ്രോഗ്രാം വളരെ പ്രധാനമാണ്. പല ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളും മെഡിക്കൽ റെസിഡന്റുമാരെയും സ്പെഷ്യലിസ്റ്റുകളെയും നിയമിക്കുന്നത് ഈ വിസ ഉപയോഗിച്ചാണ്. US-ൽ പരിശീലനം നേടിയ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇവരെ പ്രധാനമായും നിയമിക്കുന്നത്. KFF എന്ന ആരോഗ്യ ഗവേഷണ ഗ്രൂപ്പ് നടത്തിയ പഠനത്തിൽ ഏകദേശം 76 ദശലക്ഷം അമേരിക്കക്കാർക്ക് പ്രാഥമിക ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ AMA പ്രസിഡന്റ് ബോബി മുക്കമല പറയുന്നത് ഇങ്ങനെയാണ്: പുതിയ വിസ ഫീസ് രോഗികൾക്ക് ആവശ്യമായ ഡോക്ടർമാരുടെ ലഭ്യത കുറക്കാൻ ഇടയാക്കും. ഇത് ഗ്രാമങ്ങളിലും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലുമുള്ള ആരോഗ്യ സേവനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അന്താരാഷ്ട്ര മെഡിക്കൽ ബിരുദധാരികൾ ഡോക്ടർമാരുടെ എണ്ണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മായോ ക്ലിനിക്ക്, ക്ലീവ്ലാൻഡ് ക്ലിനിക്ക്, സെന്റ് ജൂഡ് ചിൽഡ്രൻസ് റിസർച്ച് ഹോസ്പിറ്റൽ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ H-1B വിസയുടെ പ്രധാന സ്പോൺസർമാരാണെന്ന് ഫെഡറൽ ഇമിഗ്രേഷൻ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. മായോ ക്ലിനിക്കിന് മാത്രം 300-ലധികം പുതിയ അംഗീകൃത വിസകളുണ്ട്. പുതിയ ഫീസ് വരുന്നതോടെ ഈ സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. സെപ്റ്റംബർ 19-ന് പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ച പുതിയ വിസ നിയമം H-1B വിസയ്ക്ക് $1,00,000 ഫീസ് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കൂടാതെ ചില പ്രത്യേക വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെ പ്രവേശനവും ഇത് നിയന്ത്രിക്കുന്നു. അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനായി വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നാണ് ഭരണകൂടം പറയുന്നത്. വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്ക് ഈ നീക്കത്തെ ഒരു തിരുത്തലെന്നാണ് വിശേഷിപ്പിച്ചത്. മുൻപത്തെ വിസ നയങ്ങൾ കുറഞ്ഞ വേതനം വാങ്ങുന്നവരെയും സർക്കാർ സഹായം ആവശ്യമുള്ളവരെയും രാജ്യത്ത് എത്തിക്കാൻ അനുവദിച്ചിരുന്നു. പുതിയ നയം ഏറ്റവും താഴെയുള്ള 25% അപേക്ഷകരെ ഒഴിവാക്കുമെന്നും ഇത് US ട്രഷറിക്ക് $100 ബില്യൺ വരുമാനം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഈ പണം രാജ്യത്തിന്റെ കടം കുറയ്ക്കാനും നികുതികൾ കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. സെപ്റ്റംബർ 21-നോ അതിനുശേഷമോ ഫയൽ ചെയ്യുന്ന പുതിയ H-1B അപേക്ഷകൾക്ക് മാത്രമേ $1,00,000 ഫീസ് ബാധകമാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. അതിനു മുമ്പുള്ള അപേക്ഷകളെ ഇത് ബാധിക്കില്ല. ഇത് ഒരു തവണ ഫീസ് മാത്രമാണെന്നും വർഷം തോറും ഉള്ളതല്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമം H-1B വിസയിൽ ജോലി ചെയ്യുന്നവരെയും അവരുടെ തൊഴിലുടമകളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളവരാണ് H-1B വിസ ഉടമകളിൽ ഭൂരിഭാഗവും. അതിനാൽ തന്നെ ഈ മാറ്റം ഇന്ത്യക്കാരെ കൂടുതൽ ബാധിക്കും. പെട്ടെന്നുള്ള മാറ്റം പലരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ മികച്ച പ്രതിഭകൾക്ക് US-ൽ ജോലി ചെയ്യാൻ H-1B വിസ ഒരു വഴിയായിരുന്നു. ഇന്ത്യയുടെ $250 ബില്യൺ IT വ്യവസായം ഇൻഫോസിസ്, വിപ്രോ, കോഗ്നിസന്റ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തുടങ്ങിയ കമ്പനികൾ US പ്രൊജക്റ്റുകളിൽ എഞ്ചിനീയർമാരെയും ഡെവലപ്പർമാരെയും നിയമിക്കാൻ ഈ വിസയെ ആശ്രയിച്ചിരുന്നു. വിസയുടെ കാലാവധി 3 വർഷമാണ്. ഇത് 6 വർഷം വരെ പുതുക്കാം. പുതിയ ഫീസ് വരുന്നതോടെ ഇന്ത്യൻ പ്രൊഫഷണലുകളെ നിലനിർത്തുന്നത് കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പലരും ഗ്രീൻ കാർഡിനായി ദശാബ്ദങ്ങളായി കാത്തിരിക്കുകയാണ്. ഈ മാറ്റം വ്യക്തിഗത കരിയറുകളെ മാത്രമല്ല ബാധിക്കുന്നത്. കമ്പനികൾ ഓരോ ജീവനക്കാരനും പുതിയ ഫീസ് നൽകാൻ മടിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കുള്ള അവസരങ്ങൾ കുറയും. ഇത് ആഗോള ടെക്നോളജി വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷിയെ ബാധിച്ചേക്കാം. H-1B വിസ ഉപയോഗിക്കുന്ന US ടെക്നോളജി മേഖലയും വലിയ ആശങ്കയിലാണ്. വലിയ ടെക് കമ്പനികൾക്ക് ഈ ആശയം ഇഷ്ടമാണ് എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും നിക്ഷേപകർ ഇതിനെക്കുറിച്ച് ആശങ്കാകുലരാണ്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള IT കമ്പനികളുടെ ഓഹരികൾ പ്രഖ്യാപനത്തിന് ശേഷം 2% മുതൽ 5% വരെ കുറഞ്ഞിട്ടുണ്ട്. ഈ നിയമം കഴിവുള്ളവരുടെ വരവ് തടയുമെന്നും പുതിയ കണ്ടുപിടുത്തങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും വിമർശകർ പറയുന്നു. എന്നാൽ ഇത് വേതനം കുറക്കുന്നത് തടയുമെന്നും അമേരിക്കൻ ബിരുദധാരികൾക്ക് പരിശീലനം നൽകാൻ കമ്പനികൾ പ്രേരിപ്പിക്കുമെന്നും ഇതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യ സ്ഥാപനങ്ങൾ H-1B വിസ നിയമം ദുരുപയോഗം ചെയ്യുന്നു. ഇത് കമ്പ്യൂട്ടർ രംഗത്ത് ജോലി ചെയ്യുന്ന അമേരിക്കൻ തൊഴിലാളികൾക്ക് ദോഷകരമാണ് എന്ന് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഒരു മെമ്മോയിൽ പറയുന്നുണ്ട്. രാജ്യ താൽപര്യത്തിനനുസരിച്ച് ആവശ്യമെങ്കിൽ ഇളവുകൾ നൽകാൻ കഴിയുന്ന വ്യവസ്ഥകൾ പുതിയ നിയമത്തിലുണ്ട് എന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർമാർക്കും മെഡിക്കൽ റെസിഡന്റുമാർക്കും ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവ് റോജേഴ്സിനെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ X-ൽ കുറിച്ചിട്ടുണ്ട്.
H1B വിസകൾ ഉപയോഗിച്ച് കമ്പനികൾ വേതനം കുറക്കുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ നയം അന്താരാഷ്ട്ര ബിരുദധാരികളുടെ വരവ് കുറയ്ക്കുമെന്നും ഇത് ആരോഗ്യരംഗത്ത് ജീവനക്കാരുടെ കുറവിന് കാരണമാകുമെന്നും മെഡിക്കൽ പ്രൊഫഷണൽസുകൾ ആശങ്കപ്പെടുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.